നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസിന്റെ അന്വേഷണം ഒടുവിൽ എത്തി നിൽക്കുന്നത് പണം ഇരട്ടിപ്പിക്കൽ സംഘത്തിലേക്ക്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ കൊച്ചിയിലെ അഭിഭാഷകൻ. യുവതി ഉൾപ്പെടുന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തോക്കു ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസിൽ 7 പേർ ഇതുവരെയും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മോഷണത്തിന്റെ സൂത്രധാരൻ കൊച്ചിയിലെ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ചേരാനല്ലൂർ സ്വദേശി ആസിഫ് ഇക്ബാൽ, പള്ളുരുത്തി സ്വദേശിനിയായ ബുഷാവ, സജി, ഇയാൾക്കൊപ്പം ഇടപാടിനെത്തിയ വിഷ്ണു എന്നിവർ ഉൾപ്പെടെ 7 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. മുഖംമൂടി ധരിച്ച് മോഷണം നടത്തിയ 3 പേർക്കായി തെരച്ചിൽ ഊർജിതമാണ്. ഇതുവരെയും പിടിയിലായവരെല്ലാം പണം ഇരട്ടിപ്പിക്കൽ സംഘത്തിന്റെ ഭാഗമെന്നും പോലീസ് പറയുന്നു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, തുടക്കത്തിൽ തന്നെ ഈ പണം ഇരട്ടിപ്പിക്കൽ സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. വടുതല സ്വദേശി സജിയാണ് മുഖ്യ സൂത്രധാരനെന്നായിരുന്നു തുടക്കത്തിൽ പോലീസിന്റെ ഒരു നിഗമനം. പക്ഷേ ഈ അന്വേഷണം എത്തി ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ അഭിഭാഷകനായിട്ടുള്ള നിഖിൽ നരേന്ദ്രനിലേക്കാണ്. അതോടൊപ്പം ഒരു യുവതിയും ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. നിലവിൽ ഈ പോലീസ് അറസ്റ്റ് ചെയ്ത 7 പേരിൽ ഈ കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ട, അതായത് കൃത്യത്തിൽ ഏർപ്പെട്ട ആളുകളുമുണ്ടോ? എന്താണ് പോലീസിന്റെ ഏറ്റവും ഒടുവിൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ? ടോമിന്ദു, തോക്ക് ചൂണ്ടി അവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് 80 ലക്ഷം രൂപ തട്ടിയെടുത്ത 3 അംഗ സംഘമുണ്ട്. അവർക്കായി ഇപ്പോഴും തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവർ ഉപയോഗിച്ചിരുന്ന 2 കാറുകൾ, ഒരു റിറ്റ്സ് കാർ ഉൾപ്പെടെ 2 എണ്ണം ഇന്നലെ തൃശ്ശൂരിൽ നിന്നും പോലീസിന് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. ഒപ്പം 20 ലക്ഷം രൂപ ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള വ്യക്തിയുടെ സുഹൃത്തിന്റെ പക്കൽ നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടി. ആ സുഹൃത്തിന് 20 ലക്ഷം രൂപ ഈ പിടിയിലായ ഈ കൊള്ള സംഘത്തിലെ ഒരാൾ സുഹൃത്തിന് കൈമാറുകയായിരുന്നു. തന്റെ കാറിൽ സൂക്ഷിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് അപ്പോൾ ആ സുഹൃത്തിന് സംശയമൊന്നും തോന്നിയിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത വന്നതോടെയാണ് ഈ സുഹൃത്തിന്റെ കാര്യം മനസ്സിലാക്കുകയും ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ച് ഈ പണം കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബാക്കി പണം എപ്പോഴും എവിടെയാണെന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് മുഖംമൂടി ധരിച്ചെത്തിയ ഈ മോഷ്ടിച്ച ആളുകളുടെ കയ്യിൽ തന്നെയാണ് എന്ന വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. അവരെയും ഉടൻ പിടികൂടുമെന്ന് അറിയുന്നു. എന്തായാലും 7 പേരുടെ അറസ്റ്റാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 5 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 പേരും ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും അവരെയും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ ആരാണെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാകുകയായിരുന്നു. ഇത് എങ്ങനെയാണ് ഈ സുബിന് ഈ പണം നൽകിയാൽ ഇവർ ഏത് വിധത്തിലാണ് ഇത് ഇരട്ടിപ്പിക്കുന്നത്, ഇതിന് പിന്നിൽ മറ്റാളുകളുണ്ടോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണ സംഘം പറയുന്നത് പ്രകാരം എറണാകുളം ജില്ലാ കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള നിഖിൽ നരേന്ദ്രനാഥാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ്. ഇയാൾ ഇതുപോലെ മുൻപും ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ആളുകളിൽ നിന്നും പണം പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണ സംഘം ആ ഒരു രീതിയിലുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ചേരാനല്ലൂർ സ്വദേശിയായ ആസിഫ് ഇക്ബാൽ, പള്ളുരുത്തി ബുഷാവ, സജി. ഒപ്പം ഈ സജി ആയിരുന്നു ഈ സുബിനുമായി ആദ്യം പരിചയപ്പെടുകയും സജിയും സുബിനും തമ്മിലായിരുന്നു ഈ ഒരു സാമ്പത്തിക ഇടപാട് ആദ്യം നടന്നത്. 80 ലക്ഷം രൂപ നൽകി പണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് സജി ആയിരുന്നു ഈ സ്റ്റീൽ കമ്പനി ഉടമയായിട്ടുള്ള സുബിനോട് പറഞ്ഞ് വാഗ്ദാനം നൽകി പറ്റിക്കുകയും ഈ പണം ഈ സ്ഥാപനത്തിൽ വെച്ച് എണ്ണുന്നതിനിടയിലാണ് ഈ തീർച്ചയായും അതാണ് നവമി. കാരണം ഈ സജിക്ക് മാത്രം അറിവുള്ള കാര്യമാണ് സുബിന്റെ കൈവശം 80 ലക്ഷം രൂപയുണ്ട് എന്ന്. സുബിനും സജിയും തമ്മിലായിരുന്നു ഈ ഇടപാടുകൾ, ഈ ചർച്ചകൾ നടന്നത്. പിന്നീട് പക്ഷേ ഇതെങ്ങനെയാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ ഈ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രൻ ഇതിൽ പങ്കുണ്ടെന്ന്, ഇയാളാണ് മുഖ്യ സൂത്രധാരനെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്? കാരണം നമുക്കറിയാം, നിയമം കൃത്യമായി അറിയാവുന്നവരാണ് അഭിഭാഷകർ, അതിൻ്റെ ഗൗരവം അറിയാവുന്നവരാണ്. പക്ഷേ ഒരു അഭിഭാഷകൻ തന്നെ ഇതുപോലുള്ള ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നു, അതും തോക്കു ചൂണ്ടിയ ഒരു കവർച്ചയ്ക്ക് കൂട്ടുനിൽക്കുന്നു. ഇത് ആദ്യത്തെ സംഭവമായി കാണാൻ കഴിയില്ല എന്ന് തന്നെ കരുതണം, അല്ലേ? കാരണം ഇതിന് മുൻപും സമാനമായ രീതിയിൽ ഇവർ ഒരു പക്ഷേ പണം ഇരട്ടിപ്പിച്ചിട്ടുണ്ടാകാം.
ഇതേ രീതിയിൽ പണം തട്ടിയെടുത്തിട്ടുണ്ടാകാം. ആ ഒരു തലങ്ങളിലേക്ക് പോലീസിന് അന്വേഷണം എത്തിയിട്ടുണ്ടോ? ഈ സുബിന്റെ സ്ഥാപനത്തിലെത്തി സജി പണം വാങ്ങുന്നതിന് വേണ്ടി എത്തുമ്പോൾ സജിക്കൊപ്പം വിഷ്ണു എന്നുള്ളൊരു വ്യക്തി കൂടി, ഒരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. ഈ വിഷ്ണുവിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഈ സംഭവം ഉണ്ടായി വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുഖംമൂടി സംഘം കടന്നു കളഞ്ഞപ്പോൾ ഈ ജീവനക്കാരും സുബിനും കൂടി ചേർന്നാണ് ജിജോയെയും വിഷ്ണുവിനെയും സജിയെയും പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത്. ആ സമയത്ത് തന്നെ പോലീസ് ഇവരിൽ നിന്ന് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് ഈ അഭിഭാഷകനിലേക്ക് ഒരു സൂചന പോലും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. പിന്നീട് ഇവരുടെ ഫോൺ ലിസ്റ്റുകൾ അടക്കം പരിശോധിച്ചു. ഇതിൽ നിന്നൊക്കെയാണ് ഈ അഭിഭാഷകനായിട്ടുള്ള നിഖിലിലേക്ക് അന്വേഷണ സംഘം എത്തി. ഉടനെ നിഖിലിനെ പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇനി അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ഇവർ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അഭിഭാഷകനാണ്. ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് അറിയാം. പോലീസ് എന്തായാലും ഇത്രയും വലിയ, അതും പട്ടാപ്പകൽ ഒരു സ്ഥാപനത്തിലെത്തി അവിടെ തോക്ക് ചൂണ്ടി കൊള്ളയടിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസാവും ഇത് പരാതി ഉണ്ടാകും, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുമെന്ന് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. നിയമവശങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഈ അഭിഭാഷകനായിട്ടുള്ള നിഖിൽ. അപ്പോൾ നിഖിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ക്രിമിനൽ ഒരു ക്രൈം ചെയ്യുമ്പോൾ മുൻപും ഇത് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വിശ്വസിക്കുന്നത്. അതിന്റെ ബാക്കിയായി തന്നെ ഇവിടെയും അത് പരീക്ഷിച്ചതായി കൂടെ എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം നിൽക്കുന്നത്. പക്ഷെ അതിലൊന്നും ഇപ്പോൾ വ്യക്തത കൈവന്നിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ മുഖംമൂടി സംഘത്തെ കൂടി പിടികൂടണം. ഇവരുടെ പക്കലുള്ള പണം കണ്ടെത്തിയാൽ മാത്രമേ, ഇവരുടെ തോക്ക്, അങ്ങനെ നിരവധി തെളിവുകൾ ശേഖരിക്കണം. എങ്കിൽ മാത്രമേ, അവരെയും വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനു മുൻപും ഇവർ ഇതുപോലത്തുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പിടിയിലായ ആളുകളെല്ലാം തന്നെ ഇതിന്റെ ആസൂത്രകരാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തി, അതായത് മുഖംമൂടി സംഘങ്ങളിൽ ആരും തന്നെ പിടികൂടിയിട്ടില്ല. തീർച്ചയായും, കാരണം അങ്ങനെയെങ്കിൽ ഈ മുഖംമൂടി സംഘത്തെ കണ്ടെത്തണം. അവർ സഞ്ചരിച്ച കാറ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവർ എവിടെയുണ്ടെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ടോ നവമി? അവരുടെ പുറകിൽ തന്നെയാണ് അന്വേഷണ സംഘം എന്നാണ് ACP രാജ്കുമാർ വ്യക്തമാക്കിയത്. അവരെവിടെയാണെന്നതിൽ ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്തു പറയാൻ, മാധ്യമങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായതിനാൽ അക്കാര്യമെല്ലാം അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 7 പ്രതികളെ ഇതിനോടകം തന്നെ പിടികൂടി. 3 പേരെ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ബാക്കിയുള്ളവരെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പിടികൂടി മരട് സ്റ്റേഷനിലെത്തിച്ച് അതിൽ 5 പേരെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. ബാക്കിയുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അവരിൽ നിന്നും കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാലായിരിക്കും മുഖംമൂടി സംഘത്തിലേക്ക് വരെ അന്വേഷണ സംഘം എത്തുക. എന്തായാലും ഈ ഒരു പ്രത്യേക സംഘം അവർക്ക് പിന്നാലെ തന്നെയുണ്ട്, മുഖംമൂടി സംഘത്തിന് പിന്നാലെയുണ്ട്. അവർ ഉപേക്ഷിച്ച കാർ കണ്ടെത്തിയിട്ടുണ്ട്, 20 ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി തുകയും തോക്കും ഒപ്പം ഈ 3 പേരെയും കൂടി ഉടനെ തന്നെ പിടികൂടുമെന്ന് തന്നെയാണ് മരട് പോലീസിലെ സംഘങ്ങൾ വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസിൽ അതിൻ്റെ മുഖ്യ സൂത്രധാരൻ കൊച്ചിയിലെ അഭിഭാഷകനെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. നിലവിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖംമൂടി സംഘത്തെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാണ്. സദാചാര പ്രസംഗവുമായി കായംകുളം MLA U പ്രതിഭ. നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങളെ മതിയെന്നും തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണെന്നുമാണ് MLAയുടെ പരാമർശം. അത് നിർത്താൻ ആവശ്യപ്പെട്ട് തുണിയുടുത്ത് വരാൻ പറയണം. ഇതിന്റെ പേരിൽ സദാചാരം എന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുതെന്നും U പ്രതിഭ പറഞ്ഞു. മോഹൻലാലിന്റെ ടെലിവിഷൻ ഷോയ്ക്കും വിമർശനമുണ്ട്. മോഹൻലാൽ നടത്തുന്നത് ഒളിഞ്ഞുനോട്ട പരിപാടി എന്നാണ് വിമർശനം. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാത്? ഇത്രയ്ക്ക് വായ്പോക്കികളാണോ കേരളത്തിലെ മനുഷ്യര്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. ആ രീതിയൊക്കെ മാറ്റം. അത്താരം പറയണോന്നെ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. ഇതൊന്നും സദാചാരവാദമാണെന്ന് പറയാം. എന്റെ നേരെ ഇടി ഉണ്ടാക്കാൻ വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായ വസ്ത്രധാരണം ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അത്യാവശ്യം.
പിന്നെ തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നാളെ ഇപ്പം ദിഗംബരന്മാരായിട്ട് നടക്കണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും അവകാശമില്ല. ഉണ്ടോ? ഇല്ല. ഒരാൾ പറയും ഞാൻ ദിഗംബരനാന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഒന്നും എന്താ അങ്ങനെ ദിഗംബരൻ വസ്ത്രം ഇടാതിരിക്കുന്നവർക്ക് ഒരു പേരുണ്ടല്ലോ അല്ലെ, ദിഗംബരനാണോ? ദിഗംബരനാണ്. സോറി, ഞാൻ തെറ്റാ പറഞ്ഞെങ്കിൽ. അപ്പൊ അതും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലും സമയമില്ലെന്ന ഒരു കാര്യം പറയണം. ഇപ്പൊ കേരളത്തിൽ ഒരു ഒളിഞ്ഞു നോട്ട പരിപാടിയുണ്ട് വൈകുന്നേരം. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുക, അവരുടെ പാൻറ് ഇറുകിയതാണോ, അവരുടെ ടോപ്പ് ഇറുകിയതാണോ എന്നിട്ട് അത് കമന്റ് ചെയ്യുക. ഇങ്ങനെ കുറെ വാങ്ങിയുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അനശ്വരനായ നടനാണ്, ഭയങ്കര മിടുക്കനായ നടനാണ് മോഹൻലാൽ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. മീഡിയയിൽ നിന്നുള്ള ധൈര്യത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞത് നാളെ എന്നെ ഏറെ കേട്ടിട്ട് പൊന്നമ്മോ ആവശ്യമുണ്ട് എനിക്ക്. ഇവിടെ മീഡിയ ഒന്നും ഇല്ലല്ലോ അല്ലെ. സത്യം പറഞ്ഞാൽ ഭയമാണ് കേട്ടോ. പറയുമ്പോൾ ഒരു ഭയം എന്ന് വെച്ചാൽ വെറുതെ വരുന്നവരും പോകുന്നവരും എല്ലാം ഇരുന്ന് നമ്മളെല്ലാം അത്തരം ചില ചിന്തകളിൽ നമ്മൾ മാറണം. നാടകക്കാർ എന്തുകൊണ്ടാണ് ഒരു നാടക നടനെ ഒരു ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തില് ആളുകൾ തയ്യാറാവാത്തത്? വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ എം എൽ എ യു പ്രതിഭയ്ക്ക് തന്നെ അവർ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്. കാരണം പറയുന്നുണ്ട് ഈ നാട്ടിലെ ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണമെന്നൊക്കെ ഓരോരുത്തരുടെയും അവകാശമാണ്, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതേ MLA തന്നെയാണ്, അതും ഒരു ഇടതുപക്ഷ MLAയുടെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലുള്ളൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടെ സ്വാഭാവികമായി നമുക്കറിയാം, ഒരു സിനിമാ താരം വന്നു കഴിഞ്ഞാൽ, ഒരു ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കൂട്ടമുണ്ടാകും. അത് അവരുടെ വസ്ത്രം മാത്രമല്ല അതിലെ ഘടകം, അവരോടുള്ള ആരാധന കാരണം അവിടെ ആൾക്കൂട്ടം തടിച്ചുകൂടാം. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് യു പ്രതിഭ ഇത്തരമൊരു പ്രസ്താവന, ഇത്തരമൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത്? എന്താണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം ഇപ്പോൾ വിവാദമായതോടെ ഇതേക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നടത്താൻ MLA തയ്യാറായിട്ടുണ്ടോ? ടോമ, കായംകുളത്ത് സംഘടിപ്പിച്ച തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിവാദ പ്രസംഗം യു പ്രതിഭ MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ അവർ സിനിമാ താരങ്ങളെ അപമാനിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ഉദ്ഘാടനത്തിന് പോകുന്നത് അല്പവസ്ത്രധാരികളായിട്ടാണ് എന്നുള്ള കാര്യമാണ് യു പ്രതിഭ സൂചിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വസ്ത്രം ധരിച്ച് പോകുന്നവരെ കാണാനായി ആൾക്കൂട്ടം തിങ്ങി നിറയുന്നു. ഇത്തരത്തിലുള്ള വായ്നോക്കികളാണോ കേരളത്തിൽ ഉള്ളത് എന്നുള്ള ചോദ്യം കൂടി അവർ ഉയർത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മാന്യമായ വസ്ത്രം, സദാചാരം പറയുകയാണെന്ന് തോന്നരുത്, എങ്കിൽ പോലും മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് യു പ്രതിഭ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ചലച്ചിത്ര താരങ്ങൾക്ക് കിട്ടുന്ന ഒരു പിന്തുണ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രസംഗം തുടങ്ങുന്നത്. മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കാണ് കൂടുതൽ, നാടക രംഗത്തുള്ളവർക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. എന്നാൽ ഇവിടെ ചലച്ചിത്ര താരങ്ങൾക്കാണ് അമിത പ്രാധാന്യം കൊടുക്കുന്നത്. ആ പ്രാധാന്യം കൊടുക്കുന്നത് മാത്രമല്ല, ഇത്തരത്തിൽ ചില ചലച്ചിത്ര താരങ്ങൾ അല്പവസ്ത്രധാരികളായി ഉദ്ഘാടനങ്ങൾക്കും മറ്റും സ്ഥിരമായി വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ ആൾക്കൂട്ടം തിങ്ങി നിറയുന്നു. അത് അശ്ലീലമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ, ഈ പ്രസംഗത്തിനിടയിൽ പല ഘട്ടങ്ങളിൽ യു പ്രതിഭ തന്നെ പറഞ്ഞ കാര്യങ്ങളെ തിരുത്തുന്നുണ്ട്. അതായത് താൻ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടോ, മറ്റു മാധ്യമങ്ങൾ ആരും ഇല്ലല്ലോ, അല്ലെങ്കിൽ തന്നെയും ഇത് പറഞ്ഞതിന്റെ പേരിൽ താനും ആക്രമിക്കപ്പെടാമെന്നുള്ള രീതിയിൽ അവർ പറയുന്നു. ഒപ്പം മോഹൻലാലിനെതിരെയും അവർ വിമർശനം ഉന്നയിച്ചു എന്നുള്ളതാണ്. ഒരു സ്വകാര്യ ചാനലിൽ മോഹൻലാൽ നടത്തുന്ന പരിപാടിക്കെതിരെയായിരുന്നു. ദാദാസാഹിബ് ഫാൽക്കെ നേടിയ മഹാനടനാണ്, പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വസ്ത്രം ഇറുകിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൽ കമന്റ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആ രീതിയിൽ മോഹൻലാലിനെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു പ്രസംഗം നടത്തിയത്. എന്തായാലും അതിന്റെ ഈ നവമാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വീഡിയോ ക്ലിപ്പുകൾ, അതായത് ഇത്തരത്തിലൊരു വിവാദ പ്രസംഗം നടത്തുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ മറ്റ് പ്രതികരണങ്ങളിലേക്ക് യു പ്രതിഭ വന്നിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പോകാനും കഴിവുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അവർ തിരുത്തുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ രീതിയിലുള്ള ഒരു മോശം പരാമർശവും MLAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. തീർച്ചയായും. പക്ഷേ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവാണ് ഈ രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നതെങ്കിൽ അതിനെതിരെ ഈ ഇടതുപക്ഷ നേതാക്കന്മാർ തന്നെ, അല്ലെങ്കിൽ ഇടത്
സൈബർ ഗ്രൂപ്പുകളിൽ വലിയ വിമർശനം ഉണ്ടാകാറുണ്ട്. ഇവിടെ പ്രതിഭാഹരി ആയതുകൊണ്ട് അല്ലെങ്കിൽ യു പ്രതിഭ ആയതുകൊണ്ട് ഈ വിഷയത്തിൽ അത്തരമൊരു വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടില്ല. പക്ഷെ എങ്കിൽ പോലും സിനിമാ താരങ്ങളെ ഒന്നടങ്കം ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ എന്ന് MLA തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവരുടെ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വിശദീകരണം തേടിയിരുന്നോ ശരണ്യ? അത്തരമൊരു പ്രതികരണം നമുക്കറിയാം. യു പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം വിവാദ പരാമർശങ്ങൾ നടത്തുകയും പിന്നീട് നവമാധ്യമങ്ങളിലൂടെ ഏറ്റവും അധികം പ്രതികരണം നടത്തുന്ന ഒരു ജനനേതാവാണ് യു പ്രതിഭ. പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം പുച്ഛിക്കുന്ന രീതിയിൽ പല ഘട്ടങ്ങളിലും പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ആദ്യം യു പ്രതിഭ ഈ പ്രസംഗത്തിനകത്ത് പറയുന്നത് മക്കളെ എങ്ങനെ വളർത്തണം, മക്കളുടെ കൂടെ രക്ഷകർത്താക്കൾ ചിലവിടേണ്ട സമയത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നു. അങ്ങനെ പല വഴിയിൽ സംസാരിച്ച് വന്നാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങളെ മതി, തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണ്, കേരളത്തിലുള്ളവർ ഇത്ര വായ്നോക്കികളാണോ, അത് നിർത്താൻ പറയണം, തുണി ഉടുത്തു വരാൻ പറയണം, ഇത് സദാചാരം എന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുത്, മാന്യമായ വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത്, തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷേ എങ്കിൽ പോലും മാന്യമായ വസ്ത്രധാരണം വേണം എന്ന് പറയുന്നു. അതിൽ കഴിഞ്ഞ പിന്നീട് ആ പ്രസംഗത്തിൽ വരുന്നത് മോഹൻലാലിന് നേരെയുള്ള ഒരു ആക്രമണമാണ്. മോഹൻലാൽ നടത്തുന്ന ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട്. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുന്നതാണ് ആ പരിപാടി. അവരുടെ വസ്ത്രം ഇറുകിയതാണോ എന്ന് കമന്റ് ചെയ്യുന്നു. അനശ്വര നടനാണ് ഈ പരിപാടി ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ വരേണ്ടത് താരരാജാക്കന്മാരല്ല. അതായത് ചലച്ചിത്ര രംഗത്തുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു പൊതുരംഗത്തേക്ക് വരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അതൃപ്തിയും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് അവർ ചൂണ്ടിക്കാട്ടിയത് വിജയിയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ചലച്ചിത്ര താരങ്ങൾ താരങ്ങളായാണ് നിൽക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് അവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരേണ്ടവർ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അവരുമായി ഇടപഴകി ജീവിക്കുന്ന മനുഷ്യരാണ് വരേണ്ടത്. നടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ പല രീതിയിൽ സ്ഫോടനാത്മകമായ പല കാര്യങ്ങളും. അങ്ങനെയെങ്കിൽ ഈ സ്വന്തം പാർട്ടിയുടെ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുകയല്ലേ യു പ്രതിഭ? ഏറ്റവും കൂടുതൽ ചലച്ചിത്ര താരങ്ങളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നതും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചതും ജനപ്രതിനിധികളാക്കിയതും ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ചും CPM ആണ്. അതെ, ടോമ, ഇത് പല ഘട്ടത്തിലും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ആ പരാമർശങ്ങളിലൊക്കെ തന്നെയും പിന്നീട് വലിയ ബുദ്ധിമുട്ട് CPM നേരിടുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഘട്ടത്തിൽ ഇവർ പരസ്പരം ചെളിവാരി എറിയുന്ന ഘട്ടത്തിൽ പലപ്പോഴും പാർട്ടി ഇടപെട്ടുള്ള തീരുമാനങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിൽ പല കാര്യങ്ങളിലും അപക്വമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ആ രീതിയിൽ CPM-നെ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രസംഗത്തിൽ പോലും ഇത്തരത്തിലൊരു ഈ രീതിയിൽ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യമാണ് കേരളം, എല്ലാ രീതിയിലും സ്വാതന്ത്ര്യമുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ കൂറ്റം കൊള്ളുന്ന ഒരു സ്ഥലത്താണ് ഈ വസ്ത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആളുകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും ഒക്കെ മറ്റൊരാൾ കടന്നു കയറി ഒരു അഭിപ്രായം പറയുന്നു എന്നുള്ളത്. അതൊരു ജനപ്രതിനിധി പറയുന്നു എന്ന് വരുമ്പോഴാണ് അതിനകത്ത് അത് കുറച്ചുകൂടി പ്രാധാന്യം വരികയും അത് വളരെ മോശമായി മാറുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ രീതിയിലൊരു പ്രതികരണം പലയിടങ്ങളിൽ നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ വസ്ത്രധാരണ രീതികളിൽ MLA പിന്തുണച്ചുള്ള ആളുകൾ വരുന്നുണ്ട്, അതേസമയം അതിനെക്കുറിച്ചുള്ള അഭിപ്രായത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ മോഹൻലാലിനെ പോലെയുള്ള ആളെ കുറിച്ച് കഴിഞ്ഞ സർക്കാർ ഇപ്പോൾ മോഹൻലാലിനെ വിളിച്ച് ആദരിച്ച് ദിവസങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഒരു വിമർശനം, വളരെ മോശമായ ഒരു വിമർശനം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം, അതൊക്കെ ഇത് വ്യക്തിപരമായ താല്പര്യങ്ങളാണോ അതൊരു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചാണോ ഇത് പറയുന്നുള്ള ചോദ്യം തന്നെ ഉയർത്തുന്നതാണ്. ടോം, തീർച്ചയായും ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഇത് സിനിമാ താരങ്ങളെ മാത്രമല്ല മലയാളികളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ്, പരാമർശമാണ് യു പ്രതിഭ MLA-യുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം തുണി ഉടുക്കാത്തവരെ കാണാൻ വേണ്ടി മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൊതുസമൂഹം ഉദ്ഘാടന വേദിയിലേക്ക് ഓടിയെത്തുന്നു എന്ന രീതിയിലുള്ള പരാമർശം അങ്ങേയറ്റം തരം താഴ്ന്നതാണ്, മലയാളി സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നതാണ്. അത് തിരുത്താനുള്ളൊരു മനോഭാവം MLA കാട്ടേണ്ടതാണ്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പോയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടു. തിരുവനന്തപുരം മുട്ടത്തറയിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടത്. ആളില്ലെന്ന് പറഞ്ഞ് മന്ത്രി നിർത്തിവെച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫിനാണ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പോയത്.
ഇങ്ങനെ ഒരു സെറിമണി ഉണ്ട് എങ്കിൽ ഈ ടെസ്റ്റ് ഡേറ്റ് മാറ്റി വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുക, പകരം ആളിനെ വയ്ക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ രാവിലെ വന്നിട്ട് പെൺകുട്ടികളും ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാം വന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ വെയിലത്തൊക്കെ പ്രോപ്പറായിട്ടൊരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അത് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട്. അത് ഉദ്യോഗസ്ഥ അനാസ്ഥ തന്നെയാണ്. ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് വേണ്ടി ഈ ടെസ്റ്റ് ഡേറ്റ് മാറ്റി വയ്ക്കണം, ഇല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഉണ്ടാകണം. അത് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ നമ്മളെ പോലുള്ളവരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു. പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ ഇല്ല. ഞങ്ങൾ വരും, എപ്പോൾ വരും, എങ്ങനെ വരും ഇല്ല. അവരൊരു നീണ്ടൊരു പ്രോസസ്സാണ്. ശരി, ഉച്ചയ്ക്ക് ശേഷമാണ്, ഉച്ചയ്ക്ക് ശേഷം ഇത്ര മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പോയിട്ട് തിരിച്ച് ആ ടൈമിൽ വരാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആ ഒരു പ്രോപ്പർ ടൈം പോലും അവർ ഷെഡ്യൂൾ ചെയ്യുന്നില്ല. വിശദാംശങ്ങളുമായി BB അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായ ശേഷം വകുപ്പിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൃത്യമായ ശമ്പളം മാത്രമല്ല, പുതിയ ബസ്സുകൾ ഇറക്കുന്നു. അങ്ങനെ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ മന്ത്രി കാണിക്കുന്ന ചില ഷോ ഓഫുകളുണ്ട്. അത് വലിയ വിമർശനത്തിന് കാരണമാകുന്നു. അതോടൊപ്പം മന്ത്രിയുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ഉദ്യോഗസ്ഥരെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കൂടി മന്ത്രി എന്തുകൊണ്ട് കാണുന്നില്ല? ടോം, ഇതിലൊരു പഴയ കഥ കൂടിയുണ്ട്. 2 ആഴ്ച മുമ്പ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാര വളപ്പിൽ സംഘടിപ്പിച്ചിരുന്നു. അന്ന് മന്ത്രിയാണ് ഉദ്ഘാടകനായി എത്തേണ്ടത്. മന്ത്രി എത്തുകയും ചെയ്തു. VK പ്രശാന്ത്, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് അതിൻ്റെ അധ്യക്ഷനായിരുന്നു. ആ പരിപാടി തുടങ്ങുമ്പോൾ മന്ത്രി നോക്കുമ്പോൾ അവിടെ സ്റ്റേജിൽ ആവശ്യത്തിന് ആളുകൾ, വേദിയിൽ ആവശ്യത്തിന് ആളുകളില്ല. മന്ത്രി വളരെ ക്രുദ്ധനായി അവിടെ സംസാരിച്ചു, വളരെ ക്ഷോഭത്തോടെ സംസാരിച്ചു. പറഞ്ഞത്, എൻ്റെ ഓഫീസിലെയും എൻ്റെ പാർട്ടിയിലെയും ചില ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇത്രയും വലിയൊരു പരിപാടി ഇങ്ങനെയാണോ സംഘടിപ്പിക്കേണ്ടത്? ഇതിവിടെ നിർത്തിവെക്കുകയാണ്. വന്നവർ ക്ഷമിക്കണം, ഈ പരിപാടി മറ്റു ദിവസത്തേക്ക് നടത്തും. അങ്ങനെ മാറ്റിയ പരിപാടിയാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പേരൂർക്കടയിലെ KSRTC ഡിപ്പോയിൽ നടത്തിയത്. ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഈ ഉദ്യോഗസ്ഥനടക്കം പോയത്. അന്ന് ഈ ആളെ കൂട്ടുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കുമെന്ന് മന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഒരു ഭയത്താൽ തന്നെയാകണം ഉദ്യോഗസ്ഥർ ഇന്ന് വലിയ മുൻകരുതലെടുത്തു. പരമാവധി ആളുകളെ കൂട്ടി KSRTC തമ്പാനൂർ ഡിപ്പോയിൽ നടക്കം ബസ്സിൽ ആളുകളെ അവിടെ എത്തിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് ഈ ജനങ്ങൾ ഈ രീതിയിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയത്, പെരുവഴിയിലായത്. മുട്ടത്തറയിലെ രാവിലെ 6 മണിയോടുകൂടി ആളുകൾ അവിടെ 7 മണിക്ക് ആരംഭിക്കുന്ന 8 മണിക്ക് ആരംഭിക്കുന്ന ടെസ്റ്റ് പങ്കെടുക്കാൻ എത്തിയിരുന്നു. പലരും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്, പഠിക്കുന്നവരുണ്ട്, ജോലിയുള്ളവരുണ്ട്, ഇത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകാൻ തീരുമാനിച്ചവരുണ്ട്, ജോലിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒരു 10 മണിയോടുകൂടി ടെസ്റ്റും 8 ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ ശേഷം ഉദ്യോഗസ്ഥർ ഇവരോട് പറഞ്ഞത്, ഞങ്ങൾ പുറത്തുപോയി തിരികെ വരാം, ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്, വന്നിട്ട് ബാക്കി നടത്താം. അതായത് ഈ ഫീസ് അടച്ച് ഇത്ര വലിയ തുക കൊടുത്ത് പഠിച്ച് അവിടെ എത്തിയ ആളുകൾ പകുതി ടെസ്റ്റ് നടത്തിയ ശേഷം അത് പാസ്സായവർക്കാണ് റോഡ് ടെസ്റ്റിലേക്ക് പോകുന്നത്. അവർ അവിടെ ഈ ഉദ്യോഗസ്ഥർ എപ്പോൾ വരുമോ അതുവരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ ചില ആളുകളാണ് നമ്മോട് സംസാരിച്ചത്. കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഇതുപോലെ കുട്ടികളെയും കൊണ്ടുവന്ന രക്ഷാകർത്താക്കളുണ്ട്. എല്ലാവരും വലിയ ബുദ്ധിമുട്ടി. കടുത്ത വെയിലുള്ളൊരു സ്ഥലമാണത്. മറ്റ് അത്യാവശ്യ സൗകര്യങ്ങൾ, ആളുകൾക്കൊന്ന് കയറി നിൽക്കാൻ പോലും കാര്യമായ സൗകര്യമില്ലാത്ത സ്ഥലമാണ്. മാത്രമല്ല ഇവരുടെ സമയത്തിൻ്റെ വില അത് ആര് കൊടുക്കും? മന്ത്രിയുടെ പരിപാടി ഇന്ന് വളരെ കെങ്കേമമായി നടന്നു. വലിയ രീതിയിൽ ആളുകൾ പങ്കെടുത്തു. ഉദ്യോഗസ്ഥരെയൊക്കെ ഇതുപോലെ അവിടെ ചെന്നെത്തിച്ച് അവിടെ പരിപാടി നടത്തുകയും ചെയ്തു. പക്ഷേ അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ പെരുവഴിയിലായി. ഫീസ് അടച്ച് പഠിക്കാൻ വലിയ തുക കൊടുത്ത് ടെസ്റ്റ് എഴുതാൻ വന്ന ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടി. 6 മണി മുതൽ വന്നവരും 7 മണിക്ക് വന്നവരും ഒക്കെ ഉണ്ട്. അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് മന്ത്രി അറിഞ്ഞിരിക്കാൻ തന്നെയാണ് സാധ്യത. നമ്മൾ വാർത്ത കൊടുത്ത് ഏതാനും സമയത്തിന് ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വന്നു. ബാക്കി ഈ ടെസ്റ്റിൻ്റെയൊക്കെ ബാക്കിയുള്ള ആളുകളുടെ ടെസ്റ്റ് എടുക്കുക നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും സമയം വൈകിയാണ് റോഡ് ടെസ്റ്റ് നടത്താനായത്. അതിൻ്റെതായ എല്ലാ ഒരു ബുദ്ധിമുട്ടും ആളുകൾക്കുണ്ടായി. മന്ത്രി തൻ്റെ പരിപാടിക്ക് താൻ പങ്കെടുക്കുന്ന ഉദ്ഘാടന മാമാങ്കത്തിന് ആളെ കൂട്ടുമ്പോൾ അവിടെ ഇങ്ങനെ ജനങ്ങൾ പെരുവഴിയിലായി. അതവിടെ ജനങ്ങളാണ് രാജാക്കന്മാർ, ഭരണകർത്താക്കൾ, പ്രജകളെന്ന് തീർച്ചയായും അതാണ് മന്ത്രി ചിന്തിക്കേണ്ടത്. കാരണം ഇങ്ങനെ ജനങ്ങളെ ദുരിതത്തിലാക്കി പെരുവഴിയിലാക്കിയുള്ള ഉദ്ഘാടന മാമാങ്കമാണോ നടത്തേണ്ടതെന്ന്. മന്ത്രിക്ക് ആളെ കൂട്ടണമെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് ആളെ കൊണ്ടുവരാം. അതിനുള്ള സംവിധാനം തിരുവനന്തപുരത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പല തരത്തിൽ ആളെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇത്രയധികം ആളുണ്ടെങ്കിൽ മാത്രമേ ഒരു പരിപാടി നടക്കാൻ കഴിയൂ എന്നൊന്നുമില്ല. ഒരു വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫാണ്. ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ വാഹനങ്ങളുടെ ഡ്രൈവർമാരുണ്ടാകാം, വാഹനമുണ്ടാകാം, ജീവനക്കാരും ഒക്കെ ഉണ്ടാകാം. അതിനും അപ്പുറത്തേക്ക് എന്തിനാണ് ഒരു ഉത്സവത്തിനുള്ള ആൾ ഈ പരിപാടിയിലൊക്കെ വേണ്ടതെന്ന ചോദ്യമാണ്. മന്ത്രിക്ക് കഴിഞ്ഞ ദിവസം ഈ ആൾ കുറഞ്ഞത് വലിയ അപമാന ബോധമായി തോന്നിയിരിക്കാം. അതുകൊണ്ടാണ് വലിയ ഒരു പൊതുവേദിത്വ മാധ്യമങ്ങളടക്കമുള്ള ഒരു വേദിയത്തിനാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഈ പരിപാടി അലങ്കോലമാക്കിയതാണ്, ഇത് ആരാണെങ്കിലും നടപടിയെടുക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചത്.
അതിലെ ഭയം കൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഉദ്യോഗസ്ഥർ അപ്പോഴും തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായി ഈ ഉദ്യോഗസ്ഥരേക്ക് പോകണമെന്ന് മന്ത്രി അങ്ങനെ പറഞ്ഞു കാണില്ല. മന്ത്രി ആളെ കൂട്ടണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഉദ്യോഗസ്ഥർ കൂടി ഇതിൽ കുറ്റക്കാരാണ്. അവർ അവരുടെ ജോലി നിർത്തിവെച്ച് മന്ത്രിയെ സുഖിപ്പിക്കാൻ, മന്ത്രിയുടെ ഓഫീസിൽ സുഖിപ്പിക്കാനുമൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ ഇത്തരം ആളുകളെ പെരുവഴിയിലാക്കി പോയ ഉദ്യോഗസ്ഥർ അവർ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ ഒരു 1-2 മിനിറ്റ് വൈകി വന്നാൽ അവർക്ക് അവസരം നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുമുള്ളതാണ്. അവിടെ അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ വന്ന ആളുകളെ ഇത്രയധികം സമയം അവിടെ മണിക്കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. അവരുടെ സമയത്തിന് വിലയില്ലേ, അവരുടെ അധ്വാനത്തിന് വിലയില്ലേ, അവർക്ക് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായി ഉയർന്നു വരികയാണ്. ഏതായാലും മന്ത്രിയുടെ കാര്യം നടന്നു. ഉദ്യോഗസ്ഥർക്കും മന്ത്രിയുടെ അപ്രീതിക്ക് ഇരയാകാതെ അവർക്കും അവരുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കിട്ടും. പക്ഷേ ഈ വന്ന ആളുകൾ എന്തായാലും മന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സ്വാഭാവികമായി ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞു കാണണം. ഒരു പ്ലാസ്റ്റിക് കുപ്പി ബസ്സിൽ കരുതിയതിൻ്റെ പേരിൽ ബസ് ഡ്രൈവറെ സ്ഥലം മാറ്റിയതാണ്. അതും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. അങ്ങനെയെങ്കിൽ ഇതുപോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഈ മന്ത്രിയുടെ ഈ ഉദ്ഘാടന ചടങ്ങിനായി കൂട്ടത്തോടെ പോയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകണം. മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു കാരണവശാലും ഉദ്യോഗസ്ഥരോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നിൽക്കട്ടെ, അതൊക്കെ നിർത്തിവെച്ച ശേഷം എൻ്റെ പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് ഗണേഷ് കുമാർ പറഞ്ഞാൽ നമുക്ക് കരുതാനാകില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പറഞ്ഞതെന്ന് കരുതാനാകില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ അത് മന്ത്രിയുടെ അന്നത്തെ ഒരു ക്ഷോഭം കണ്ട് തന്നെയാകാം ഇന്ന് ഇതൊക്കെ നിർത്തിവെച്ച് പോയത്, മന്ത്രിയെ ആളെ കാണിക്കാൻ. പക്ഷേ ഇങ്ങനൊരു ഗുരുതരമായ ഒരു ജോലിയുടെ വീഴ്ച കൂടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തങ്ങളുടെ ജോലി പകുതിക്ക് വെച്ചാണ് ഇട്ടിട്ട് പോയത്. പകുതിയൊക്കെ വെച്ച് ഇട്ടിട്ട് പോയ ശേഷമാണ് തിരികെ വന്ന് ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം വന്ന് ഈ ആളുകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയാണ് അവർ വന്നത്. ഏതായാലും തികച്ചും വലിയൊരു അത്തരത്തിലൊരു കൃത്യവിരവുമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. എന്ത് നടപടിയാണ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും ഇതിലെടുക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും അതാണ് ഇനി അറിയേണ്ടത്. മന്ത്രി ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു? സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്തെ വീട്ടമ്മയുടെ മരണത്തിൽ കസ്റ്റഡിയിലെടുത്ത ഭർത്താവിനെ പോലീസ് വിട്ടയച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതുവരെയും കാത്തിരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഭർത്താവ് ജോസിന്റെ മൊഴികളിൽ അവ്യക്തത തുടരുകയാണ്. ലീനയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നതും സംശയത്തിന് കാരണമായിട്ടുണ്ട്. വിരലടയാള പരിശോധനാ ഫലവും അന്വേഷണത്തിൽ നിർണായകമാകും. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഭർത്താവിലേക്കാണ് ആദ്യം ലീനയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തിയത്. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ലീനയെ കൊലപ്പെടുത്തിയതാണെന്ന സംശയത്തിലായിരുന്നു ഇന്നലെ വരെയും പോലീസ്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് ഭർത്താവ് ജോസിനെ വിട്ടയക്കാനുള്ള കാരണം? ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് ഇപ്പോഴും കഴിയുന്നില്ലേ? ടോം, ഇന്നലെ രാവിലെയൊക്കെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഏതാണ്ട് ഉച്ചവരെയുള്ള സമയത്ത് പോലീസ് ചൂണ്ടിക്കാണിച്ചത് ഈ കുറച്ച് മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് ലീന എന്നാണ് ബന്ധുക്കളുടെ ഒരു മൊഴി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടം പരിശോധനാ ഫലം പ്രാഥമികമായ വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിൽ കഴുത്തിനേറ്റ ഒറ്റ വെട്ടാണ് ആ ഒരു മരണത്തിന് കാരണമായിരിക്കുന്നത് എന്ന വിവരമാണ് നൽകിയത്. മറ്റെന്തെങ്കിലുമുള്ള മറ്റു വെട്ടുകൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളതായിട്ടുള്ള വിവരമില്ലായിരുന്നു. അപ്പോൾ അതോടുകൂടിയാണ് ഇങ്ങനെ ഒരാളുടെ കഴുത്തിൽ അങ്ങനെ ഒരു മുറിവുണ്ടാക്കാൻ ഒരു കൊലപാതക സാധ്യതയാണ് എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴി പോലീസിന് വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്, സംശയത്തിന്റെ സാഹചര്യത്തിലാണ് പോലീസ് വീണ്ടും ഈ ഭർത്താവ് ജോസിനെ വിളിച്ച് വിശദമായ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലിലേക്കും കടന്നത്. പക്ഷെ ജോസിൽ നിന്ന് ലഭിച്ച മൊഴിയിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെ എന്നെ പ്രതിയാക്കുകയാണെങ്കിൽ ആക്കിക്കോ എന്ന നിലയിൽ ജോസ് പറഞ്ഞു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷെ പിന്നീട് ഇതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഗൗരവത്തോടെയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കാര്യം കടന്നപ്പോൾ ഇതിൽ നിന്ന് അയാൾ മാറി എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ജോസിന് ഈ കൊലപാതകത്തിൽ നിലവിൽ പങ്കില്ല എന്ന പ്രാഥമിക നിഗമനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും നിലവിൽ ഈ കൃത്യത്തിൽ ജോസ് ആണ് ചെയ്തത് അല്ലെങ്കിൽ ജോസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കൊലപാതകമാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പോലീസ് നടത്തിയ പ്രാഥമികമായ പരിശോധനയിൽ ബാഹ്യ ഇടപെടൽ, വീടിന് പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും അക്രമം നടത്താനുള്ള സാധ്യതയില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത്. ഈ ഭർത്താവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോഴും
അങ്ങനൊരു മൊഴികളിൽ ജോസാണ് ചെയ്തത് എന്ന് സ്ഥിരീകരിക്കാൻ തക്കവണ്ണമുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല മറ്റു പരിശോധന, ശാസ്ത്രീയ പരിശോധന ഫലം, വിരലടയാളം അടക്കമുള്ളവ പരിശോധിക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് മറ്റെവിടേക്കെങ്കിലും കാര്യമായി യാത്ര ചെയ്യുന്ന സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല. വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. വീടിന്റെ തൊട്ടു പിന്നിലാണ് ഈ മൃതദേഹം കാണുന്നത്. രാത്രി ഏതാണ്ട് 12:30-1 മണിയോടുകൂടിയാണ് ഈ മൃതദേഹം മൂത്ത മകൻ കടയിൽ നിന്ന് എത്തിയ ശേഷം കാണുന്നത്. സംശയമുള്ളത് ശ്രീജിത്ത്, കാരണം ജോസിന് ഇതേക്കുറിച്ച് അറിവില്ലെങ്കിൽ, ജോസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇനി പുറത്തുനിന്ന് ആരെങ്കിലും കൊലപ്പെടുത്തിയെങ്കിൽ, അതല്ലെങ്കിൽ ലീന ജീവനൊടുക്കിയെങ്കിൽ എന്തുകൊണ്ടാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ജോസും ജോസിന്റെ പിതാവും അത് അറിയാതിരുന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടല്ലോ. രാത്രി ഏതാണ്ട് 1 മണിക്കൊക്കെ നടക്കുന്ന സംഭവമാണ്. 1 മണിയോടുകൂടിയാണ് ഇത് അറിയുന്നത്. ആ സമയത്ത് നടക്കുന്നതാണ്. സാധാരണ ആളുകൾ ഒരുപക്ഷെ നേരത്തെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ, ഒരു ഉറക്കം കഴിഞ്ഞ് 10 മണിക്കൊക്കെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ, ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണെങ്കിൽ അത്രയധികം ശബ്ദം ഉണ്ടായിട്ടില്ല എങ്കിൽ, പ്രത്യേകിച്ച് കഴുത്തിന്റെ ഭാഗത്താണ് മുറിവേൽപ്പിച്ചത്, മുറിവ് ഉണ്ടായിരിക്കുന്നത്, അത് ഉച്ചത്തിൽ അന്നേരം ശബ്ദം വരാനുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ കരുതാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ നിലയിൽ ചിലപ്പോൾ ശബ്ദം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഇതിന്റെ ഒരു പ്രാഥമിക അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ. ഇതിന് വളരെ വിശദമായ പരിശോധനകളൊക്കെ നടത്തി ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലൂടെ മാത്രം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം നിഗമനങ്ങളാണ്, ഊഹങ്ങളാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം എന്തുകൊണ്ട് ശബ്ദം കേട്ടില്ല എന്ന്. ഈ കഴുത്തിന്റെ ഭാഗത്തായതുകൊണ്ട് ശബ്ദത്തിന്റെ മറ്റ് നാളത്തിനും മറ്റും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് വ്യക്തമല്ല. മാത്രമല്ല ഒരു മാനസിക വിഭ്രാന്തി അല്പം പ്രകടിപ്പിക്കുന്ന ആളെന്നുള്ള നിലയിൽ അവരെങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പ്രവചിക്കാൻ ഇപ്പോൾ എന്തായാലും നമുക്ക് കഴിയില്ല. ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായ പരിശോധനയിലൂടെ തന്നെയാണ് പോലീസ് ഒരു വ്യക്തതയിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത്. നിലവിൽ എന്തായാലും ശാസ്ത്രീയ പരിശോധനാ ഫലം വരിക എന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണുള്ളത്. ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് പോലീസ് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് ഇനിയും സമയം വേണം. അതല്ലെങ്കിൽ ആത്മഹത്യ എന്നത്, ആദ്യഘട്ടത്തിൽ ആത്മഹത്യ എന്നുള്ളത് ഈ മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇങ്ങനെ മുറിവേൽപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം പരിശോധന ഫലത്തിലാണ്, പ്രാഥമിക ഫലത്തിലാണ് ഇത് ഇങ്ങനൊരു കൊലപാതക സാധ്യതയാകാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ തെളിവുകൾ, വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഒരു കൊലപാതകമാണെങ്കിൽ, കൊലപാതകം ആണ്, അതല്ലെങ്കിൽ ആത്മഹത്യ, ഈ 2 സാധ്യതയാണ് ഇതിന് മുന്നിലുള്ളത്. കൊലപാതകമാണെങ്കിൽ ബലപ്രയോഗം നടന്നിട്ടുണ്ടാകാം. കാരണം കഴുത്ത് മുറിക്കുക, അതിനപ്പുറം ഒരു ബലപ്രയോഗത്തിനുള്ള സാധ്യതയുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ കാര്യമായ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്നും ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിലൊരു ആത്മഹത്യയിലേക്ക് എത്തിയത്. പക്ഷേ ഈ മുറിവിന്റെ സ്വഭാവവും മറ്റും പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ മാത്രമേ വളരെ കൃത്യമായി മനസ്സിലാകുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പോലീസ് ആ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയും ചെയ്തത്. അതിന്റെ പ്രാഥമിക വിവരത്തിലാണ് വളരെ ആഴത്തിലുള്ള മുറിവാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ ചെയ്തതാകാം എന്ന് പറയുന്നത്. അപ്പോഴും അവിടെ കത്തികൾ ഉണ്ടായിരുന്നു, വാക്കത്തിയും മറ്റും ഉണ്ടായിരുന്നു. ആ കത്തിയുടെ ഒക്കെ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, അതിലെ ഫിംഗർ പ്രിന്റ്, കൂടുതൽ വിവരങ്ങൾ, ഇതൊക്കെ ശേഖരിച്ച ശേഷം ഒരുപക്ഷെ അതിലൊരു അന്തിമ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ബാഹ്യ ഇടപെടലില്ല എന്ന നിഗമനം തന്നെയാണ് പോലീസിന് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷെ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഏത് ഘട്ടത്തിലും പുതിയ തെളിവുകളും വിവരങ്ങളും, മൊഴിയെടുപ്പിലടക്കം പല വിവരങ്ങളും ഒക്കെ ലഭിക്കാം. അതുകൊണ്ട് തന്നെ പോലീസ് ആ നിലയിലുള്ള ഒരു അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇതൊരു കൊലപാതകം എന്ന നിലയിൽ പോലീസ് ഇതിനെപ്പറ്റി പറയുന്നില്ല. അവരുടെ അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ, നിഗമനങ്ങൾ ഉണ്ടായേക്കും. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. സമാധാന നൊബേലിന് തൻ്റെ അത്ര അർഹത മറ്റാർക്കുമില്ലെന്ന വാദം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആവർത്തിക്കവേ ഈ പുരസ്കാരം ആർക്ക് കിട്ടുമെന്ന ആകാംക്ഷയിലായിരുന്നു ലോകം. ഏറ്റവും ഒടുവിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുരസ്കാരമില്ല. വെനസ്വേലയിൽ നിന്നുള്ള മരീന കൊറീന മച്ചാഡോയ്ക്കാണ് പുരസ്കാരം. വെനസ്വേലയിലെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുൻനിര നേതാവാണ് മരിയ. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷമായിരുന്നു ഇത്.
കാരണം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ട്രംപിന് പുരസ്കാരമില്ല, പകരം മരിയ കൊറീന മച്ചാഡോയ്ക്ക് പുരസ്കാരം. ഇവരുടെ ഒരു പശ്ചാത്തലം അറിയണം. വെനസ്വേലയിലെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുൻനിര നേതാവാണെന്നാണ് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റെന്താണ് ഇവർക്ക് ഇത് കിട്ടാനുള്ള ഈ പുരസ്കാരം, നൊബേൽ പുരസ്കാരം ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തായിരുന്നു, എന്താണ് വിവരങ്ങൾ? ടോം, കൃത്യം ഇന്ത്യൻ സമയം 2:30 തന്നെ ഈ പ്രഖ്യാപനമുണ്ടായി. ഇപ്പോൾ വലിയ ഒരു ഞെട്ടലൊന്നും ഇക്കാര്യത്തിലില്ലായിരുന്നു. കാര്യം ഈ 2025 ജനുവരി വരെയുള്ള കണക്കുകളും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുസരിച്ചാണ് നൊബേൽ പുരസ്കാരം പ്രഖ്യാപിക്കുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ നൊബേൽ പുരസ്കാര കമ്മിറ്റി വ്യക്തമാക്കുകയുണ്ടായിരുന്നു. നിരവധി ആരോപണങ്ങളെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു. യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയാകില്ല പ്രഖ്യാപനം. ഒരു സ്വതന്ത്രമായിട്ടായിരിക്കും ഈ പ്രഖ്യാപനം വോട്ടെടുപ്പിലൂടെ 5 അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ ആയിരിക്കും നടത്തുക എന്ന് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ട്രംപ് ഇരുന്നത്. എന്നാൽ ട്രംപിൻ്റെ ആ ആഗ്രഹങ്ങളെല്ലാം പൊലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അയാൾ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി ഉയർത്തിക്കാട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇന്ത്യൻ പ്രതിനിധികൾ തുടർച്ചയായിട്ട് ഈ ഒരു വാദം നിഷേധിച്ചിട്ട് പോലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനാണ് അവസാനിപ്പിച്ചതെന്നുള്ള വാദമെല്ലാം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ വാദങ്ങളുടെ എല്ലാം കൊമ്പൊടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം അദ്ദേഹത്തിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുന്നത്. ഇപ്പോൾ വനിതയായിട്ടുള്ള മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അവർ വെനസ്വേലയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അവിടെ ജനാധിപത്യ പ്രവർത്തനങ്ങൾ, ജനാധിപത്യം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നിരവധി പോരാട്ടങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും എല്ലാം പങ്കാളിയായിരുന്നു. 2011 മുതൽ 2014 വരെ വെനസ്വേലയിലെ ദേശീയ അസംബ്ലിയിൽ അംഗമായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു. അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ 2012 അവർ ഈ വെനസ്വേലയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയുണ്ടായിരുന്നു. അങ്ങനെ 2019 ഇത് വീണ്ടും ഈ ഒരു സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഒരു രാഷ്ട്രീയ രംഗത്താണെങ്കിലും നിരവധി ഒരു സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു പ്രമുഖയായിട്ടുള്ള വ്യക്തിയാണ്. 2014 വെനസ്വേലൻ പ്രക്ഷോഭത്തിൽ നിക്കോളാസ് മഡുറോ സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് അവിടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം അതിൻ്റെ ഒരു ശബ്ദമായിട്ട് മാറിയ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മരിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്നത്. നിരവധി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും സന്നദ്ധ സേവനങ്ങളും ഉൾപ്പെടെ അവർ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിൽ കേസുകളും അതുപോലെ തന്നെ നിയമ നടപടികളും എല്ലാം അവരുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. BBC തിരഞ്ഞെടുത്ത 100 സ്ത്രീകളിൽ ഒരാളായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് മരീന കൊറീന മച്ചാഡോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ അഭിപ്രായത്തിൽ പലതവണ അവരുടെ ഒരു മെൻഷനും അത്തരം എല്ലാ കാര്യങ്ങളും അവർ ഒരു രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു വനിതകളുടെ ഒരു പ്രതിനിധി എന്ന് പറയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അവർ എന്ന് പറയുന്നത്. മൊത്തം നൊബേൽ കമ്മിറ്റിയുടെ ഒരു വാക്കുകൾ അനുസരിച്ച് മൊത്തം 338 നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വ്യക്തികളും സംഘടനകളും എല്ലാം ഉൾപ്പെടുന്നു. 244 വ്യക്തികളും അതുപോലെ 94 സംഘടനകളുടെ നോമിനേഷൻ ഇത്തവണ ലഭിച്ചിരുന്നു. ഇവയിൽ നിന്നെല്ലാം തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വിജയിയെ പ്രഖ്യാപിച്ചിരുന്നത്. ട്രംപിൻ്റെ പേര് ഈ തീവ്ര വലതുപക്ഷ അനുകൂലികളും അതുപോലെ തന്നെ ട്രംപിൻ്റെ അനുയായികളും എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത് വരെ ഒരു റീട്വീറ്റ്, ഒരു പരമ്പര റീട്വീറ്റ് ക്യാമ്പയിനായിട്ട് 2018 മുതൽ ഡൊണാൾഡ് ട്രംപ് തനിക്ക് നൊബേൽ പുരസ്കാരത്തിന് അർഹതയുണ്ട് എന്ന അവകാശവാദം പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തവണ പ്രസിഡന്റ് ആയ ശേഷം ട്രംപ് പലതവണ ഇത് ആവർത്തിച്ചു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ തൻ്റെ ഇടപെടലുണ്ടായി. ഇസ്രായേൽ ഇറാൻ തർക്കം പരിഹരിക്കാനുള്ള ഇടപെടൽ, ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമായി ബന്ധപ്പെട്ടൊക്കെ താൻ കൃത്യമായി ഇടപെടൽ നടത്തി. മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളെ കൊണ്ടും ട്രംപ് അദ്ദേഹത്തിൻ്റെ പേര് ശുപാർശ ചെയ്യിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ നിഷേധിക്കപ്പെടാനുള്ള കാരണം എന്തായിരിക്കാം?
ടോം, ഇതിന് വ്യക്തമായിട്ടുള്ള ക്രൈറ്റീരിയ നൊബേൽ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഇതിനു മുൻപേ തന്നെ. സമാധാനത്തിനായിട്ടുള്ള നിരന്തര പ്രവർത്തനങ്ങൾ എന്നാണ് ഈ നൊബേൽ പീസ് പ്രൈസിന് വേണ്ടിയിട്ട് അവർ നിശ്ചയിക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോക സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് പല സന്നദ്ധ സംഘടനകൾ വഴിയാണെങ്കിലും അല്ലാതെ ഒറ്റയ്ക്കാണെങ്കിലുമുള്ള ഒരു പ്രവർത്തനങ്ങൾ, അതെല്ലാം ഇതിൽ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ദീർഘനാളായിട്ടുള്ള പ്രവർത്തനം, ഇത് തന്നെയാണ് ട്രംപിന് പ്രധാനമായിട്ടും ഒരു തിരിച്ചടിയായത്. ട്രംപ് അധികാരത്തിൽ കയറി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയും പിന്നെ ഈ വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങൾക്ക് നടത്തുന്ന ബ്രീഫിങ്ങുകളിലൂടെ സ്വയം പുകഴ്ത്തിയുമൊക്കെയാണ് അദ്ദേഹം താൻ ഒരു സമാധാനത്തിൻ്റെ പ്രതിനിധിയാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഈ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തൻ്റെ പേര് വലിച്ചിടുക, നിരന്തരം ഇത്തരം കാര്യങ്ങളെല്ലാം നിഷേധിച്ചിട്ട് പോലും ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അത് താനാണ് നിർത്തിച്ചതെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതെല്ലാം അദ്ദേഹം നടത്തുകയുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊടിയിട്ട് തന്നെ ഒരു സമാധാനത്തിൻ്റെ ഫിഗറായി ഉയർത്തി കാണിക്കാനുള്ള വെറും ഗിമ്മിക്സ് മാത്രമായിരുന്നു. ഇത് തീർച്ചയായിട്ടും നൊബേൽ കമ്മിറ്റി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ അദ്ദേഹം പ്രധാനമായിട്ടും ഇന്നലെ വൈറ്റ് ഹൗസിൽ നടത്തിയ മാധ്യമങ്ങളുടെ ബ്രീഫിങ്ങിൽ തന്നെ അദ്ദേഹം വളരെ ഒരു പ്രകോപനപരമായിട്ടുള്ള പരാമർശമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത്തരം ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് തനിക്ക് ഈ നൊബേൽ സമ്മാനം നൽകിയില്ലെങ്കിൽ അത് അമേരിക്കയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിനു മുൻപ് സമ്മാനം നൽകിയിട്ടുള്ള ബരാക് ഒബാമ, അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ, അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതെയാണ് അദ്ദേഹത്തിന് ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകിയത്. അമേരിക്ക കണ്ടിട്ടുള്ള ഏറ്റവും മോശം പ്രസിഡന്റുമാരിൽ ഒരാളാണ് ഒബാമ എന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഒരു തന്നെ സ്വയം ഒരു പുകഴ്ത്തി തന്നെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളെല്ലാം അദ്ദേഹം നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതെല്ലാം ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ പുരസ്കാര പ്രഖ്യാപനം. ഇത്തവണത്തെ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരത്തിൻ്റെ ഒരു പരിഗണനയിലുണ്ടായിരുന്ന പ്രമുഖ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാൻ ഈ പട്ടികയിലുണ്ടായിരുന്നു, പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി. അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കി വ്ളാഡിമിർ സെലൻസ്കി പട്ടികയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്തരിച്ച മുൻ മാർപ്പാപ്പയായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസ്, അദ്ദേഹം ഈ പട്ടികയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഈ ഒരു സാധ്യതാ പട്ടികയിലൊക്കെ ഉണ്ടായിരുന്നത് അത് തീർച്ചയായിട്ടും ഒരു നിർണായക ഘടകം തന്നെയായിരുന്നു. കാര്യം മരണാനന്തരം ഒരാൾക്ക് പീസ് പ്രൈസ് ലഭിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഇത് ആദ്യമാകുമായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ വിജയിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ. അപ്പോൾ ഇത്തരം പല പ്രമുഖരും മത്സരിക്കാനായിട്ട് ഒപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല ട്രംപിൻ്റെ പ്രധാന എതിരാളികളിൽ ഒരാളായിട്ടുള്ള ഇലോൺ മസ്ക് വരെ ഈ പീസ് പ്രൈസിനുള്ള സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നു. പല സംഘടനകളും ഈ യുക്രൈൻ ഗാസ യുദ്ധം, യുക്രൈൻ അതുപോലെ തന്നെ ഗാസ ഇവിടെയൊക്കെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്ന പല പ്രമുഖ സംഘടനകൾ, ഇവരെല്ലാവരും ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും കവച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു വനിത ഈ ഒരു പുരസ്കാരത്തിന് അർഹയാകുന്നത്. മരിയ കൊറിന മെച്ചാഡോ ഈ പുരസ്കാരത്തിൻ്റെ നെറുകയിലേക്ക് എത്തുന്നത്. യെസ്, വ്യക്തമാണ്. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പല ഘടകങ്ങളുണ്ട് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ നിഷേധിക്കപ്പെടാൻ. അന്താരാഷ്ട്ര ഏജൻസികളെ കുറിച്ച് അപമാനിക്കൽ, അവരെ മാനിക്കാതിരിക്കൽ, ഡെൻമാർക്കിൽ നിന്നും ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള ശ്രമം, അമേരിക്കയിലെ ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനം, ഇത്തരം പല കാരണങ്ങളും ട്രംപിന് നൊബേൽ പുരസ്കാരം നിഷേധിക്കാനുള്ള കാരണമായി കരുതപ്പെടുന്നുണ്ട്. ചേർത്തല പള്ളിപ്പുറത്തെ ഐഷ കൊലപാതക കേസിൽ സീരിയൽ കില്ലർ സെബാസ്റ്റ്യനെതിരെ കൂടുതൽ തെളിവുകൾ. ഐഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും 5 സ്ത്രീകൾ ഇതിനോടകം മൊഴി നൽകി. ഐഷയുടെ അയൽവാസിയായ സ്ത്രീയും സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മയും ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലാണ് ഐഷ തിരോധാന കേസിൽ വീണ്ടും അന്വേഷണത്തിലേക്ക് നയിച്ചത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഐഷ കൊലപാതക കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്, കൂടുതൽ മൊഴികൾ വരുന്നുണ്ട്. ഇതുവരെ 5 സ്ത്രീകൾ സെബാസ്റ്റ്യനെതിരെ കൃത്യമായ മൊഴി നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ എന്താണ്? ടോമ, ചേർത്തല പോലീസാണ് ഐഷ തിരോധാന കേസ് അന്വേഷിക്കുന്നത്. ലോക്കൽ പോലീസിന്റെ ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെതിരെ കൂടുതൽ കുരുക്ക് മുറുകുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകൾ
ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട 5 പേർ പോലീസിന് മുന്നിൽ വ്യക്തമായ മൊഴികൾ സെബാസ്റ്റിനെതിരെ നൽകിയിട്ടുണ്ട്. ഐഷയുമായുള്ള സെബാസ്റ്റിന്റെ ഗാഢബന്ധം ഒപ്പം തന്നെ ഐഷയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്ന ഐഷയെ മർദ്ദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ദൃക്സാക്ഷിയായ സ്ത്രീ അടക്കമുള്ള ആളുകൾ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. അവർ പറഞ്ഞത് വളരെ നിർണായകമായ വിവരങ്ങളായിരുന്നു. അതായത് ഈ വീടിന്റെ രജിസ്ട്രേഷന് തൊട്ട് മുമ്പാണ് ഐഷ സ്വന്തം സ്ഥലം, അതായത് സ്വന്തമായി വാങ്ങാൻ ഉദ്ദേശിച്ച സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച നടക്കാനിരിക്കെ ശനിയാഴ്ച വൈകുന്നേരമാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ളതാണ്. സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടത് പ്രകാരം പണം വാങ്ങുന്നതിനായാണ് ഐഷ പോയത് എന്ന് ഐഷയുടെ അയൽവാസിയും സുഹൃത്തുമായ സ്ത്രീ നമ്മളോട് പറഞ്ഞു. അതിന്റെ തലേ ദിവസം വെള്ളിയാഴ്ച ഐഷയുടെ വീട്ടിൽ വെച്ച് അത്തരമൊരു വഴക്ക് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കിയിരുന്നു. അതായത് ആ വീട്ടിൽ വെച്ച് സെബാസ്റ്റ്യൻ ഐഷയുമായി പണത്തിന്റെ പേരിൽ തർക്കം നടക്കുകയും ഐഷയുടെ മുഖത്ത് സെബാസ്റ്റ്യൻ അടിക്കുകയും അടിയേറ്റ് രക്തം വരികയും ചെയ്തു എന്നുള്ളതാണ്. അത് കണ്ടു എന്നുള്ളതാണ് നമ്മളോട് വ്യക്തമാക്കിയ സ്ത്രീ പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിവിധ അന്വേഷണ സംഘങ്ങൾ വിശദമായി ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ റോസമ്മ, നമ്മൾ പുറത്തു കൊണ്ടുവന്ന റോസമ്മ എന്ന വ്യക്തി, നമുക്കറിയാം 2012 ഈ സ്ത്രീയുടെ തിരോധാനം അന്വേഷിക്കുകയും ചേർത്തല പോലീസ് തന്നെ അത് ഒരു അൺഡിറ്റക്റ്റഡ് കേസായി മാറ്റുകയും ചെയ്ത കേസാണ്. അതിൽ ഒരു പുനരന്വേഷണത്തിലേക്ക് എത്തിയത് പോലും റോസമ്മ എന്ന സ്ത്രീ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. ഐഷയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്നുള്ള സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മ നടത്തിയ വെളിപ്പെടുത്തലാണ്. അതിൽ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നു. അവര് 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സെബാസ്റ്റ്യനെ പ്രതി ചേർത്ത് കേസിൽ വകുപ്പുകൾ 302 അടക്കമുള്ള വകുപ്പ്, കൊലപാതക കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കോടതിയെ അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനം. അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും നിർണായകമായത് ഈ സ്ത്രീ ഉൾപ്പെടെ, നമ്മളോട് സംസാരിച്ച സ്ത്രീ ഉൾപ്പെടെ നൽകിയ നിർണായക വിവരങ്ങളാണ്. ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യന്റെ കൈകൾ ഉണ്ട് എന്നുള്ളൊരു കൃത്യമായ ഒരു ലീഡിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ചേർത്തല പോലീസ് അതിനനുസരിച്ചുള്ള മറ്റ് കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ തന്നെ ചെയ്യും. ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിലാകും അത്തരമൊരു വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് നൽകുക. ഒപ്പം തന്നെ സെബാസ്റ്റ്യനെ ഈ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് ഇത്തരം മൊഴികൾ, കൃത്യമായ മൊഴികൾ സെബാസ്റ്റ്യനെതിരെ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ എന്ത് തെളിവുകളാണ് ഇതുവരെയും ഈ കേസുകളുമായി ബന്ധപ്പെട്ട് 5 സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ പല പ്രതിസന്ധികളും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടല്ലോ ശരണ്യ. ഐഷ കേസിനകത്ത് കുറെ കൂടി ഒരു ഹോപ്പ്ഫുൾ ആയിട്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്ന്, മറ്റ് കേസുകളിൽ നിന്ന് വിഭിന്നമായി ദൃക്സാക്ഷി, ഇവരുടെ ബന്ധത്തിന്റെയും ഇവർ തമ്മിൽ ഈ ഐഷയെ കാണാതാകുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം ഇവർ തമ്മിൽ ഉണ്ടായ സംഭവം, അതിൽ അക്രമാസക്തനായ സെബാസ്റ്റ്യനെ ഉൾപ്പെടെ നേരിട്ട് കണ്ട സാക്ഷിയുണ്ട് ഈ കേസിൽ എന്നുള്ളതാണ്. അവരാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച സ്ത്രീ. ഒപ്പം തന്നെ അവരെ പിന്നീട് ഈ കൊലപാതകത്തിന് ശേഷം സെബാസ്റ്റ്യൻ തന്നെ നേരിട്ടെത്തി അവരെ 2 തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഏറ്റവും നിർണായകമായ വിവരം അവർ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിട്ടുണ്ട്. അതായത് നേരിട്ടെത്തി ഇത്തരത്തിൽ ഐഷയുമായുള്ള ബന്ധത്തെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ഐഷയ്ക്ക് ഉണ്ടായ അതേ ഗതി വരും, ഇനി നിന്റെ മകനും ഇവനോട് ഉണ്ടാവില്ല എന്നുള്ള ഭീഷണിയായിരുന്നു അവരോട് സെബാസ്റ്റ്യൻ നടത്തിയത്. അപ്പോൾ ഈ മറ്റ് കേസുകളിൽ നിന്ന് വിഭിന്നമായിട്ട് ഇതിനകത്തൊരു സാക്ഷിയായ ഒരാളുണ്ട്. ഒപ്പം തന്നെ അത് നടന്നു എന്നത് പിന്നീട് ആ സംഭവത്തിന് ശേഷം സെബാസ്റ്റ്യന്റേതായ ഭീഷണി ആ സ്ത്രീ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ മറ്റ് കേസുകളിൽ നിന്ന് കുറച്ചുകൂടി ബുദ്ധിശൂന്യമായാണ് സെബാസ്റ്റ്യൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളതെന്ന് പറയാം. ഇങ്ങനെ ബിന്ദു കേസിൽ പോലും ഇങ്ങനെ ഒരു സാക്ഷിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊഴിയോ അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന സംശയമാണ്. കാരണം അറിയാലോ, എല്ലാ കൊലപാതകങ്ങളും അതീവ രഹസ്യമാണ്. പക്ഷെ അങ്ങോട്ട് പോയ ഐഷ കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളത് ഇനി അന്വേഷണ സംഘത്തിന്റെ കടമ. പക്ഷേ ഈ അവർ ഏറ്റവും ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പള്ളിപ്പുറത്തേക്ക് ഐഷ എത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ബാക്കിയുള്ള ക്രമങ്ങളിലേക്ക്, അതായത് ഈ സ്ത്രീകൾക്ക് സംഭവിച്ചതുപോലെ ഈ പള്ളിപ്പുറത്തെ വീട്ടിലെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് 1-ലധികം ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇയാൾ ഡിസ്പോസ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം എടുത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കളയുക, അതാണ് ഇയാൾ ചെയ്യുന്ന. പല കഷ്ണങ്ങളായി മുറിച്ചാണ്
മൃതദേഹങ്ങൾ ഇയാൾ മറവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എടുത്തതിനകത്ത് ലഭ്യമായിട്ടുള്ള ഒരു പല്ലിന്റെ ഭാഗം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് ജൈനമ്മയുടേതല്ല എന്നുള്ളൊരു കണക്കൂട്ടൽ അന്വേഷണ സംഘത്തിനുണ്ട്. ഈ DNA പരിശോധനാ ഫലം വൈകുന്നതാണ് ഇപ്പോഴും വ്യക്തമാണ്. ചേർത്തലയിലെ ഐഷ തിരോധാന കേസിലാണ് സെബാസ്റ്റിനെതിരെ നിർണായകമായിട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത്. കാസർഗോഡ് സീതാങ്കുളിയിൽ യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ 5 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 6 ഞായറാഴ്ച രാത്രിയാണ് സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ബദിയടുക്കയിലെ മത്സ്യവില്പനക്കാരനായ അനിൽകുമാറാണ് ആക്രമണത്തിനിരയായത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം സംബന്ധിച്ച ചർച്ച ചെയ്യുന്നതിനിടയിൽ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചെന്നാണ് കേസ്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, കഴിഞ്ഞ ദിവസമാണ് ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരാളെ നേരത്തെ പിടികൂടിയിരുന്നു. ഇപ്പോൾ 5 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഇനി കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ടോ? അതെ ടോമേ, ഈ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ അക്ഷയ് എന്ന് പറയുന്ന ആൾ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ 5 പേരും ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയിരിക്കുന്നു. 13 പേരാണ് ഈ കേസിൽ പ്രതികൾ. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് ഈ വാർത്ത. അതായത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വലിയ തോതിൽ മണിക്കൂറുകളോളം പരിഭ്രാന്തി വരുത്തി ഈ സംഘം ഈ അനിൽകുമാർ എന്ന് പറയുന്ന ബദിയടുക്ക സ്വദേശിയായ മത്സ്യവ്യാപാരിയെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. നെഞ്ചിനും മറ്റും നിരവധി കുത്തുകൾക്ക് ഇയാൾക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ ഇയാളുടെ കഴുത്തിന് പുറത്ത് ഈ കത്തി കുത്തിയിറക്കിയ നിലയിലായിരുന്നു. മംഗളൂരുവിൽ ശസ്ത്രക്രിയ വിധേയനാക്കിയാണ് ഈ കത്തി പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും ഈ കേസിൽ പോലീസ് വളരെ ഗൗരവപൂർവ്വമായാണ് അന്വേഷണം നടത്തിയത്. അതിനൊടുവിലാണ് ഇപ്പോൾ 5 പ്രതികൾ കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതിൽ ഇനി 7 പ്രതികൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. ഇതിൽ ചിലർ വിദേശത്തേക്ക് കടന്നതായൊക്കെ സൂചന ലഭിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് ഈ കേസിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പണം ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു കത്തിക്കുത്തിലേക്ക് കലാശിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ഈ അനിൽകുമാറിനെ, ബദിയടുക്ക സ്വദേശിയായ അനിൽകുമാറിനെ സീതാങ്കുളിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീട് അതിനുശേഷം ഇയാളെ ആക്രമിക്കുകയായിരുന്നു. നെഞ്ചിനുൾപ്പെടെ നിരവധി കുത്ത് ഇയാൾക്ക് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളുടെ പുറത്ത് ഈ കത്തി കുത്തിയിറക്കിയ നിലയിൽ അതേ രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഏതായാലും ഇയാൾ ഇപ്പോഴും അപകടനില ഇയാളുടെ തരണം ചെയ്തിട്ടില്ല. ഇയാൾ മംഗളൂരുവിൽ തന്നെ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. നിലവിൽ കൊലപാതക ശ്രമത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഇതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ സംഘം സഞ്ചരിച്ചിരുന്ന 2 വാഹനങ്ങൾ നേരത്തെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതികൾ വിദേശത്തേക്ക് KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് യുവാവിന് കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് 5 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.